എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 19-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപയുടെ വിതരണ നടപടികൾ നാളെ കഴിഞ്ഞ് ആരംഭിക്കും. ചൊവ്വാഴ്ച ദിവസം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കടമെടുപ്പുണ്ടായേക്കും. ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഫോർട്ട് ഓഫീസിൽ നിന്നും ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടക്കാറുള്ളത്. അടുത്ത ചൊവ്വാഴ്ച 20-ാം തീയതി ഇത് സംബന്ധിച്ച നടപടികൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് തുക ലഭിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണവും ഉണ്ടാകും. ഈ മാസത്തെ തുടർച്ചയായിട്ടുള്ള ട്രഷറി അവധി വരുന്നതിനാൽ അതിനു മുമ്പ് പെൻഷൻ വിതരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഉണ്ടെങ്കിൽ അത് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. കൂടുതൽ അവധി ദിവസങ്ങൾ ഇനിയും ഉള്ളത് കൊണ്ട് തന്നെ ഇനി 10 ദിവസമാണ് ഈ മാസത്തെ റേഷൻ വിതരണം ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തെ റേഷൻ ഉടനെ പോയിട്ട് കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നീലവെള്ള റേഷൻ കാർഡുള്ളവർക്കുള്ള ആട്ട ഉടൻ എത്തും എന്നുള്ളതാണ് അറിയുന്നത്. ഇതുവരെ ആട്ടകൾ റേഷൻ കടയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിദാരിദ്ര്യം സംബന്ധിച്ച വിവാദങ്ങൾക്ക് സംസ്ഥാനത്ത് അർഹത ഉണ്ടെങ്കിലും മുൻഗണന റേഷൻ കാർഡ് കിട്ടാതെ പോയ SC/ST കുടുംബങ്ങളെ കണ്ടെത്താൻ സർക്കാർ നിർദ്ദേശം. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു എങ്കിലും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും മണ്ഡല സന്ദർശനങ്ങളിൽ തീരെ ദരിദ്രരായ ആളുകളുടെ സ്ഥിതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നീക്കം. ഈ നടപടി പൂർത്തിയായില്ല എങ്കിൽ സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ള സൗജന്യ റേഷൻ അളവ് കേന്ദ്രം കുറക്കും എന്ന ഭയം കേരളത്തിനുണ്ട്. ഇത് പ്രതിപക്ഷം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോഴാണ് സർക്കാർ സംവിധാനത്തിന് ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നത് എന്ന് മാത്രം. സംസ്ഥാനത്ത് 1.54 കോടി ആളുകൾക്കാണ് ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ളവർക്കുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളും സൗജന്യ റേഷനും അർഹതയുള്ളത്. കേരളത്തിന്റെ കേന്ദ്ര ഭക്ഷ്യധാന്യ കോട്ട ഈ കണക്ക് അനുസരിച്ചാണ് നിലവിലുള്ളത്. മസ്റ്ററിംഗ് കഴിഞ്ഞപ്പോൾ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ അർഹതാ പട്ടികയിൽ കാര്യമായിട്ട് ഒഴിവ് വന്നിട്ടുണ്ട്. 65,000 കാർഡെങ്കിലും ഈ വിഭാഗത്തിൽ നൽകാൻ കഴിയും. 1 ലക്ഷം ആളുകളെയെങ്കിലും സൗജന്യ റേഷൻ പരിരക്ഷയിലേക്ക് ഇനിയും എത്തിക്കാനാണ് ശ്രമം. ഇതിൽ തന്നെ SC/ST വിഭാഗങ്ങളിലെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്നവരെ കണ്ടെത്തി ഉൾപ്പെടുത്തണം. 56,900 SC വിഭാഗക്കാരുടെയും 2040 ST വിഭാഗക്കാരുടെയും അപേക്ഷ ലഭ്യമായിട്ടുണ്ട്. ഇനിയും അത്തരക്കാരുണ്ടാകാമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന പലരും സർക്കാരുകളുടെ ആനുകൂല്യത്തെക്കുറിച്ച് അറിയാതെയും മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാതെയും പോയവരാണ്. തനിക്ക് തന്നെ അത്തരം അനുഭവം നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഉടൻ മുൻഗണനാ കാർഡുകളിലേക്ക് അവരെ എടുക്കാൻ വേണ്ട നടപടികൾ ചെയ്തിട്ടുണ്ട് എന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മെമ്പർമാർ, റേഷൻ കടക്കാർ എന്നിവരുടെ സഹായത്തോടെ ഇത്തരം വിഭാഗങ്ങളിലെ ആളുകളെ അർഹരെ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. BPL മാനദണ്ഡം ഭക്ഷ്യവകുപ്പിന് ഏകപക്ഷീയമായി മാറ്റാൻ കഴിയില്ല. ജോലി കിട്ടിയ ശേഷം മക്കൾ മാറി താമസിച്ചതിനാൽ ഒറ്റക്കായി പോയിട്ടുള്ള SC വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ ചിലപ്പോൾ BPL പട്ടികയിൽ വന്നില്ലെന്ന് വരും. ഇത്തരക്കാരുടെ സ്ഥിതി മാനദണ്ഡങ്ങൾ മാത്രം വെച്ച് നോക്കാതെ നേരിട്ട് വിലയിരുത്തി മോശമാണ് എന്ന് കണ്ടെത്തിയാൽ കാർഡ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദരിദ്ര സ്ഥിതിയിലുള്ളവരെ നേരിട്ട് പരിശോധിച്ച് അർഹമെന്ന് കണ്ടെത്തിയാൽ മുൻഗണനാ പട്ടികയിലേക്ക് മാറ്റും. പോസ്റ്റ് ഓഫീസ് വഴി ലഭ്യമാകുന്ന ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ സാമ്പത്തിക സുരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണിത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, ടാറ്റ, AIG, ബജാജ് അലയൻസ് തുടങ്ങിയ കമ്പനികളുമായി ചേർന്നാണ് ഈ ഇൻഷുറൻസ് നൽകുന്നത്. സാധാരണക്കാർക്കായി പ്രധാനപ്പെട്ട 2 പ്ലാനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 399 രൂപയുടെ ഒരു പ്ലാനും 299 രൂപയുടെ മറ്റൊരു പ്ലാനുമാണ്. 1 വർഷത്തേക്ക് 10 ലക്ഷം രൂപ പരിരക്ഷ ലഭിക്കുന്നത് തന്നെയാണ് 2 പ്ലാനുകളും. എന്നാൽ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രം.
പദ്ധതിയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. അപകടം സംഭവിച്ചാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ ലഭിക്കും. അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാലും 10 ലക്ഷം രൂപ ലഭിക്കും. കൂടാതെ ചികിത്സാ ചിലവുകളും ലഭ്യമാകും. അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ 60,000 രൂപ വരെയും OPE വിഭാഗത്തിലുള്ള ചികിത്സയ്ക്ക് 30,000 രൂപ വരെയും ക്ലെയിം ചെയ്യാവുന്നതാണ്. വിദ്യാഭ്യാസ സഹായവും ലഭിക്കുന്നതാണ്. അതായത് അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എടുത്ത ആളുടെ പരമാവധി 2 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി നിശ്ചിത തുക ലഭിക്കുന്നതാണ്. കൂടാതെ ആശുപത്രിയിലെ നിത്യ ചെലവിനു വേണ്ടി എല്ലാ ദിവസവും 1000 രൂപ പരമാവധി 10 ദിവസത്തേക്ക് ലഭിക്കുന്നതാണ്. ഇനി പദ്ധതിയിൽ ആർക്കൊക്കെ ചേരാം? 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. അതിനുവേണ്ടി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അക്കൗണ്ട് ഇല്ല എങ്കിൽ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ ഇവ തുടങ്ങാനും കഴിയുന്നതാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 1 വർഷം കാലാവധിയുള്ള പോളിസിയാണ്. ഓരോ വർഷവും ഇത് പുതുക്കേണ്ടതുണ്ട്. സാധാരണ മരണങ്ങൾക്ക്, അപകടത്തിലൂടെ അല്ലാതെയുള്ള മരണങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല. പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആധാർ കാർഡും അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കയ്യിൽ കരുതണം. പോസ്റ്റ് ഓഫീസിലുള്ള ജീവനക്കാർ നിങ്ങളുടെ ബയോമെട്രിക് ഉപയോഗിച്ചോ OTP വഴിയോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇൻഷുറൻസ് ആക്ടിവേറ്റ് ചെയ്തു തരും. പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ട് എങ്കിൽ അതിൽ നിന്നും പണം ഈടാക്കുകയാണ് ചെയ്യുക. കൂടാതെ മൊബൈൽ ഫോണിലൂടെ ആപ്പ് വഴി സ്വന്തം ഇത് രജിസ്റ്റർ ചെയ്യാനാകും. നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിന്റെ IPPB മൊബൈൽ ബാങ്കിംഗ് എന്ന ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലാണ് ഇത് സാധ്യമാകുക. ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം ഹോം പേജിൽ ഇൻഷുറൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ മൊബൈൽ ആപ്പ് വഴി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ 400 രൂപയെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇൻഷുറൻസ് എടുത്ത് 1 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ വിലാസത്തിലേക്ക് പോളിസി ഡോക്യുമെന്റ് ലഭിക്കുന്നതാണ്. 399, 299 എന്നിങ്ങനെ 2 പ്ലാനുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ രണ്ടിലും വ്യത്യാസം, മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യവും ആശുപത്രി ചെലവിലേക്കുള്ള ദിവസേനയുള്ള 1000 രൂപയും 399ന്റെ പ്ലാനിലാണ് ഉള്ളത്. 299ൽ അതില്ല. ബാക്കിയുള്ളവ എല്ലാം 2 പ്ലാനിലും ഒരേപോലെയാണ്. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കു വേണ്ടിയിട്ടുള്ള സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ അപേക്ഷ ക്ഷണിച്ചു. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 20 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ഉള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി പരമാവധി 5 ലക്ഷം രൂപയുടെ വായ്പ അനുവദിക്കും. വായ്പയുടെ 20% സബ്സിഡി ലഭിക്കും. അതായത് 5 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് എങ്കിൽ 1 ലക്ഷം രൂപ സബ്സിഡി ഉണ്ടാകും. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുള്ളവർ, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുള്ള വിധവകൾ, BPL കുടുംബങ്ങൾ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. BPL വിഭാഗത്തിന്റെ അഭാവത്തിലാണ് കുടുംബവാർഷിക വരുമാനം 2.5 ലക്ഷം കവിയാത്ത APL വിഭാഗക്കാരെ പരിഗണിക്കുന്നത്. സബ്സിഡി കഴിച്ചുള്ള തുകക്ക് 6% പലിശ നിരക്കാണ് ഈടാക്കുന്നത്. അപേക്ഷകൾ www.ksmdfc.org മുഖേന ഓൺലൈനായി നൽകാവുന്നതാണ്. കൂടാതെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായും പൂരിപ്പിച്ച് നേരിട്ടും തപാൽ മുഖേനയും കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസ്, റീജിയണൽ ഓഫീസുകളിലും സമർപ്പിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ